ഗുഡ് ആഫ്റ്റർനൂൺ ഗൈസ്. നമ്മുടെ ഹിമാലയൻ 450 ഇതാ നമ്മൾ റൈഡ് ചെയ്യാണ്. ഇതൊരു ഫസ്റ്റ് റൈഡ് വ്ളോഗെന്ന് തന്നെ പറയാം. നമ്മൾ ഓൾ ഇന്ത്യ ട്രിപ്പിന് വേണ്ടി എടുത്തൊരു വണ്ടിയാണ് ഈ ഒരു ഹിമാലയൻ 450. ഒരുപാട് വണ്ടികൾ നോക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഹിമാലയൻ 450 വന്നതും അത് കൺഫേം ചെയ്തതും പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു ഓൾ ഇന്ത്യ ട്രിപ്പിന്. നമ്മൾ കൺസിഡർ ചെയ്തിരുന്ന വണ്ടികൾ ഹീറോ എക്സ്പൾസ് 210, പിന്നെ കവാസാക്കി KLX 230, പിന്നെ 390 അഡ്വഞ്ചർ KTMൻ്റെ. ലാസ്റ്റാണ് നമ്മൾ ഹിമാലയൻ എടുക്കാമെന്ന് വിചാരിച്ചത്. സോ വണ്ടി ഞാനിപ്പം ഏകദേശം ഒരു 83 കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ. ഇത്രയും ഓടിച്ചത് വെച്ചിട്ട് പറയാം, വണ്ടി ഒരു രക്ഷയില്ല, സൂപ്പറാണ്, ഭയങ്കര കംഫർട്ടാണ് റൈഡ് ചെയ്യാൻ. പിന്നെ ഞാനിപ്പം എൻ്റെ പ്രൈമറി വണ്ടിയായിട്ട് ഇപ്പം യൂസ് ചെയ്യുന്നത് ഡ്യൂക്ക് 390 Gen 3 ആണ്. സോ അത് വെച്ച് നോക്കുമ്പോൾ പവറും ഓൾമോസ്റ്റ് സിമിലർ ആണ്. റൈഡിങ് പോസ്റ്ററാണ് ഇതിൻ്റെ മെയിൻ സംഭവം എടുത്ത് പറയാനുള്ളത്. ഭയങ്കര കംഫർട്ടായിട്ടുള്ളൊരു റൈഡിങ് പോസ്റ്ററാണ്. അപ്പം ഞാൻ ഈ എടുത്തിരിക്കുന്ന വണ്ടി കാമറ്റ് വൈറ്റ് എന്ന് പറയുന്നതാണ്. ആക്ച്വലി 2 വണ്ടിയാണ് ഇറക്കിയിരിക്കുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് അരവിന്ദ് എന്ന് പറയുന്നത്, പുള്ളിയും സെയിം കാമറ്റ് വൈറ്റ് ആണ് ഇറക്കിയിരിക്കുന്നത്. സോ നിങ്ങളത് നമ്മുടെ ഡെലിവറി വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ മുകളിൽ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് ഡെലിവറി വീഡിയോ. അത് ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കണം. അപ്പോൾ നമുക്ക് വണ്ടിയിലോട്ട് പോവാം. വണ്ടി ലോങ് ടൂറിങ് അടിക്കാൻ പറ്റിയൊരു സാധനമാണ്. വണ്ടി കുറച്ച് ഹെവിയർ സൈഡാണ്. നമ്മൾ ഡ്യൂക്കൊക്കെ യൂസ് ചെയ്തവർ നോക്കുമ്പോൾ കുറച്ച് ഹെവിയർ സൈഡാണ് വണ്ടി. ബട്ട് കുഴപ്പമില്ല, ഈസി ആയിട്ട് കൊണ്ടു കിടക്കാം. പിന്നെ ഈ ഒരു റൈഡിങ് പോസ്റ്റർ ഭയങ്കര കംഫർട്ടബിൾ റൈഡിങ് പോസ്റ്ററാണ്. മെയിൻലി എന്തുകൊണ്ടാണ് ഞാൻ ഓൾ ഇന്ത്യ ട്രിപ്പിന് റോയൽ എൻഫീൽഡ് ചൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഫസ്റ്റ് സർവീസ് നെറ്റ്വർക്ക്, പിന്നെ ഈ ഒരു ബൈക്കിൻ്റെ ഹിസ്റ്ററി. ഹിമാലയൻ എന്ന് പറയുന്ന ബൈക്കും കൊണ്ടാണ് ലഡാക്കും ആ നോർത്ത് സൈഡ് എല്ലാ നോർത്ത് ഈസ്റ്റും എല്ലാ ആൾക്കാർ റൈഡ് പോകുന്നത്. അത് ഈ വണ്ടി കേപ്പബിൾ ആണെന്ന് പ്രൂവ് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. അപ്പം ഇന്നിപ്പോൾ വണ്ടി എടുത്ത് 2ാമത്തെ ദിവസമാണ്. ഞാനിങ്ങനെ ചില സംഭവങ്ങൾ, നമുക്കെന്തായാലും ഓൾ ഇന്ത്യ റൈഡ് പോകുമ്പോൾ സ്റ്റോക്കായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ കുറച്ച് കുറവാണ്. LED ആണ്, അതുകൊണ്ട് ബ്രൈറ്റ്നസ് രാത്രി അത്യാവശ്യം നല്ല കുറവാണ്. അപ്പം ഞാൻ ഒരു ഓക്സിലറി ലൈറ്റ് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഈ പോകുന്നത്. പിന്നെ വണ്ടിയുടെ ഫസ്റ്റ് സർവീസ് വരുന്നത് 500 കിലോമീറ്ററിലാണ്. സോ വണ്ടിയുടെ ആ ഒരു സ്മൂത്ത്നെസ്സിൽ നമ്മളിപ്പോൾ മെയിൻറ്റെയിൻ ചെയ്ത് ഞാൻ ഓടിക്കുന്നുണ്ട്. അത് കമ്പനി എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, എങ്ങനെ വേണമെങ്കിലും ഓടിക്കാമെന്നാണ്. ബട്ട് നമ്മളൊരു ബ്രേക്കിംഗ് പീരീഡ് ഉണ്ട്, അത് നമ്മൾ കീപ്പ് ചെയ്യുന്നത് എപ്പോഴും ഒരു പുതിയ വണ്ടിക്ക് നല്ലതായിരിക്കും. സോ ഞാനൊരു 4000 RPM താഴെ ഒരു 60 കിലോമീറ്റർ 60-65 കിലോമീറ്റർ സ്പീഡിലാണ് ഞാനിപ്പോൾ ക്രൂയിസ് ചെയ്യുന്നത്. മാക്സിമം അത്ര എടുക്കുന്നുള്ളൂ ഫസ്റ്റ് സർവീസ് കഴിയുന്നവരെ. ഒരു 1000 കിലോമീറ്റർ വരെ ഞാൻ എന്തായാലും അങ്ങനെ പോകും, ഫസ്റ്റ് സർവീസ് 500 കിലോമീറ്ററിലാണെങ്കിലും. പിന്നെ ഞാൻ വണ്ടി എടുത്തത് മരക്കാർ മോട്ടോഴ്സ് എന്നാണ്. നല്ലൊരു ഡീലർഷിപ്പാണ്. അവിടെ വേറെ പറയത്തക്ക പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അവിടെ മനു എന്ന് പറയുന്ന പുള്ളിയാണ് നമുക്ക് ഈ 2 വണ്ടിയും വിത്തിൻ വീക്സ് നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നത്. 1 മാസമാണ് പറഞ്ഞെങ്കിൽ നമുക്ക് അതിന് മുന്നേ തന്നെ വണ്ടി എത്തിയായിരുന്നു. 2 വണ്ടി എത്തിയായിരുന്നു. അത് ഒരെണ്ണം കസ്റ്റം ബിൽട്ടായിരുന്നു, ട്യൂബ്ലെസ് ടയർ വരുന്നത്. അത് അരവിന്ദിന് വേണ്ടിയാണ്. അത് കസ്റ്റം ബിൽഡ് എന്ന് പറഞ്ഞ് അവിടുന്ന് വരുത്തിച്ചതാണ്. ഞാൻ എടുത്തിരിക്കുന്നത് കസ്റ്റമാണ്, ബട്ട് ഇത് എൻ്റേതായ രീതിയിൽ ഞാൻ കസ്റ്റമൈസ് ചെയ്തൊരു വണ്ടിയാണ്. സംഭവം എന്തെന്ന് വെച്ചാൽ, ഇതിൽ വരണത് ഗോൾഡ് വീൽസാണ് ട്യൂബ്ലെസ്സിൻ്റെ. സോ വൈറ്റിന് ഗോൾഡ് വീൽസ് വരാറില്ല, നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുക്കണം. അതുകൊണ്ട് എനിക്ക് ഗോൾഡ് റിം ഇഷ്ടമായതുകൊണ്ട് ഞാൻ വൈറ്റ് വിത്ത് ഗോൾഡ് റിമ്മാണ് എടുത്തിരിക്കുന്നത്. അപ്പം രണ്ടിൻ്റെയും ആക്സസറീസും എല്ലാം കറക്റ്റ് ടൈമിന് വന്നു. ഇതിൽ ഞാൻ കുറച്ച് ആക്സസറീസ് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാനൊന്ന് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം, അപ്പം മനസ്സിലാവും. പിന്നെ ഞാൻ ഈ വെച്ചിരിക്കുന്ന മിറേഴ്സ് റോയൽ എൻഫീൽഡിൻ്റെ തന്നെ ആക്സസറീസ് നിന്ന് എടുത്ത മിറേഴ്സാണ്. ഫുൾ മെറ്റൽ മിറേഴ്സാണ്.
വൈബ്രേഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഈ മിറേഴ്സിലില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു മിറർ വെച്ചത്. സ്റ്റോക്ക് വരുന്നത് ഫൈബർ കേസിംഗ് ഉള്ള ഒരു മിററാണ്. അതിന് അത്യാവശ്യം വൈബ്രേഷൻ ഉണ്ട്, പക്ഷെ ഇതിന് വൈബ്രേഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. ആ പുള്ളിക്കാരൻ ഫ്രെഡി പോണ സ്കൂട്ടർ ഗ്യാസ് കുറ്റി വെച്ചുകൊണ്ട് പോകുന്നുണ്ടോ, അതെന്ത് റിസ്ക് ആണെന്നോ. ഒന്ന് വെയിറ്റ് ഏതെങ്കിലും സൈഡിലോട്ട് ചരിഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര റിസ്ക് ഉള്ളൊരു സാധനം. വണ്ടി നല്ല ഹൈറ്റ് ഉണ്ട്. സീറ്റ് ഹൈറ്റ് എനിക്ക് തോന്നുന്നു ഏകദേശം 835 845 എന്തോ ആണ്. എനിക്ക് അതിൻ്റെ കറക്റ്റ് വാല്യൂ ഓർമ്മയില്ല. പിന്നെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, നമുക്ക് ഹൈറ്റ് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം. സീറ്റിൽ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. പിന്നെ ഞാൻ എന്തായാലും ഒരു അഡ്വഞ്ചർ സീറ്റ് മേടിക്കുന്നതാണ്. കുറച്ചുകൂടെ കുഷ്യനിങ് ഉണ്ട്. ഇത് മോശമൊന്നുമല്ല, ഇത് നല്ല സീറ്റാണ്. കുറച്ചൊന്ന് റൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആവശ്യമെന്ന് തോന്നിയാൽ മേടിക്കും. കാരണം നമ്മൾ അത്രയും ലോങ് പോകുന്നതല്ലേ, അതുകൊണ്ട്. ഇപ്പം നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഹിമാലയൻ റൈഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ എന്തെങ്കിലും ആക്സസറീസ് ഒക്കെ സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യണം. അപ്പം എനിക്ക് മെയിൻലി വെക്കാനുള്ളത് ഓക്സിലറി ലൈറ്റ് വെക്കണം, പിന്നെ ഒരു ഡിസ്പ്ലേ വെക്കണം, ഒരു GPS ഡിസ്പ്ലേ വെക്കണം. അത് മാപ്പിങ്ങിന് വേണ്ടിയിട്ടാണ്. മൊബൈലിൽ എപ്പോഴും നമ്മൾ ഹാൻഡിൽ ബാർ കണക്ട് ചെയ്യുന്നതിനേക്കാളും നല്ലതായിരിക്കുമല്ലോ അത്. അപ്പം അത് ചെയ്യണം. അങ്ങനെ പിന്നെ സാഡിൽ ബാഗ് അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളേ ഉള്ളൂ. വേറെ മോഡിഫിക്കേഷൻ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ പോകുന്ന ടൈമിൽ നമുക്ക് 2 ജെറി ക്യാൻ മേടിച്ച് വയ്ക്കണം, നമുക്ക് പെട്രോള് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. വണ്ടിയുടെ സൗണ്ട് നല്ല രസമുണ്ട്, ഒരു വിസിലിംഗ് സൗണ്ട് ഉണ്ട് വണ്ടിക്ക്. ഇടയ്ക്ക് പൊട്ടുന്ന പോലെ സൈലൻസർ ഒന്ന് പൊട്ടുന്നൊരു സൗണ്ട് കേൾക്കാറുണ്ട്. സോ നമ്മൾ ഓൾ ഇന്ത്യ പോകുന്നതിന് മുമ്പ് തന്നെ കേരളത്തിനകത്ത് കുറച്ച് സ്ഥലത്ത് നമ്മൾ റൈഡ് പോകുന്നതായിരിക്കും. അതിനൊക്കെ ശേഷം നമ്മൾ വണ്ടിയായിട്ടൊന്ന് അഡാപ്റ്റ് ആയി, വണ്ടിയുടെ എൻജിനൊക്കെ ഒന്ന് സെറ്റായി, സർവീസൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ നേരെ ഓൾ ഇന്ത്യ അടിക്കും. സോ അതിൻ്റെ റൂട്ട് പ്ലാനൊക്കെ ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഏത് റൂട്ട് നമുക്ക് എടുക്കണമെന്നുള്ളത്. ടിപ്പിക്കലി എല്ലാവരും പോകുന്ന റൂട്ടിനേക്കാളും ഒരു ചേഞ്ചിന് വേണ്ടി ഏതെങ്കിലും വെറൈറ്റി റൂട്ട് എടുക്കണമെന്നുണ്ട്. അതിൻ്റെയൊക്കെ പ്ലാനിങ്ങിലാണ്. കണ്ടിട്ടില്ലാത്ത കാഴ്ചകൾ കാണുന്നതല്ലേ കുറച്ചുകൂടെ രസം. അപ്പോൾ അത് നോക്കണം. വണ്ടിയുടെ സസ്പെൻഷനൊക്കെ പൊളിയാണ് ഗൈസ്. നട്ടറിലൊക്കെ ചുമ്മാ കയറി ഇറങ്ങാം. നല്ല സസ്പെൻഷനാണ്. ഷോവ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. നല്ല സസ്പെൻഷനാണ് ഫ്രണ്ടും ബാക്കും. ബാക്ക് സീറ്റും അത്യാവശ്യം നല്ല കംഫർട്ടാണെന്ന് കൂടെ ഇരുന്നവർ പറഞ്ഞത്. അവർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ലഗേജ് വയ്ക്കാനുള്ള കാരിയർ സ്പേസ് ഉണ്ട്. നമ്മുടെ കേരളത്തിൽ ഈ TN വണ്ടികളാണ് തോന്നിയ പോലെ ഓടിച്ചുകൊണ്ട് പോകുന്നത്. ഞാനത് ഒരുപാട് വണ്ടികൾ ശ്രദ്ധിച്ചു. ഇവിടെ കേരളയിൽ വന്നിട്ട് തോന്നിയ പോലെ അവന്മാർ തമിഴ്നാട് വണ്ടികൾ ഓടിച്ചുകൊണ്ട് പോകുന്നത്. കുറച്ചുകൂടെ ഒരു ഡെക്കറും കീപ്പ് ചെയ്യണം റോഡിൽ വണ്ടി ഓടിക്കുമ്പോൾ. നമ്മൾ മലയാളികൾ അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഈ വെൻ കമ്പയർഡ് ടു തമിഴ്നാട് പീപ്പിൾസ്. അത് കുറച്ചൊന്ന് ഇപ്പം തമിഴ്നാട്ടിലുള്ളവർ കാണുവാണെങ്കിൽ നമ്മളത് ശ്രദ്ധിച്ചോണം. ഞാൻ ഈ ഒരു വണ്ടി കണ്ടിട്ടല്ല പറഞ്ഞത്, പല വണ്ടികളും ഞാൻ ശ്രദ്ധിച്ചു. ഇന്നലെ ഞാൻ ട്രാവൽ ചെയ്തപ്പോഴും ശ്രദ്ധിച്ചു.
ഇതാ കണ്ടോ, ഇൻഡിക്കേറ്റർ സിഗ്നലോ ഒന്നുമില്ല. തമിഴ്നാട്ടിലെ MVD ചിലപ്പോൾ മോശമായിരിക്കും, പക്ഷേ കേരളത്തിലെ MVD അത്ര മോശമൊന്നുമല്ല. അതുകൊണ്ട് ഇമാതിരി പരിപാടി കാണിക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. സോ വണ്ടി അത്യാവശ്യം ലോങ് അടിക്കാൻ വേണ്ടി തന്നെയാണ് ഇതെടുത്തത്. നമ്മളെ ജെൻ3 ഡ്യൂക്ക് നമ്മൾ സിറ്റി സർക്കിൾസിൽ ഇനി യൂസ് ചെയ്യത്തുള്ളൂ. ലോങ് അടിക്കാൻ നമ്മൾ കൂടുതൽ ഹിമാലയനായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പം അവിടെ ഓക്സിലറി ലൈറ്റ്സ്, ഇപ്പം ഞാൻ പോകുന്നത് നമ്മുടെ ആറ്റിങ്ങൽ റൂട്ടിലാണ്. ഇവിടെ മോട്ടോ അവന്യൂ എന്ന് പറയുന്ന ഒരു ഷോപ്പുണ്ട്. അവിടെ അത്യാവശ്യം നല്ല കളക്ഷൻ ഓഫ് ലൈറ്റ്സ് ഉണ്ട്. ബട്ട് ഞാൻ വയ്ക്കുന്നത് മാഗ്ഡോഗ് സ്കൗട്ടെക്സ് എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെയാണ്. ഗൈസ്, നമ്മളിതാ ലുലു മോളിൻ്റെ ഫ്രണ്ടിലെത്തിയായിരുന്നു. കൈ കൊടുക്കണമെന്നുണ്ട്, പക്ഷെ പുതിയ വണ്ടി ആയതുകൊണ്ടാണ് കൊടുക്കാത്തത്. ഇല്ലായിരുന്നെങ്കിൽ ഒന്ന് പറപ്പിച്ച് വിടായിരുന്നു, ബട്ട് വേണ്ട. പുതിയ വണ്ടി ആയതുകൊണ്ട് എൻജിൻ സെറ്റാവാമെന്ന് നമുക്ക് അവനൊന്ന് ടൈം കൊടുക്കാം. ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, കളറും ഗ്രാഫിക്സും എല്ലാം. കാമറ്റ് വൈറ്റ് എന്നാണ് പറയുന്നത്. റോയൽ എൻഫീൽഡ് ഈ ഹിമാലയൻ ബൈക്സിൻ്റെ നെയിമിംഗ് എല്ലാം ഇട്ടിരിക്കുന്ന ഹിമാലയനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പം ഹാൻലി ആണെങ്കിൽ അത് ഹിമാലയയുടെ ഒരു സൈഡാണ്. കാമറ്റ് എന്ന് പറയുന്നത് ഹിമാലയയുടെ ഒരു സൈഡ് ഓഫ് മൗണ്ടൻസ് ആണ്. അതുപോലെ തന്നെ ഇപ്പം മാന ബ്ലാക്ക് എന്ന് പറയുന്നൊരെണ്ണം ഇറങ്ങി. അതെല്ലാം ഹിമാലയാസ് റിലേറ്റഡ് അല്ലെങ്കിൽ ആ ഒരു ഏരിയ റിലേറ്റഡ് ആയിട്ടുള്ള പേരിലാണ് ഇട്ടിരിക്കുന്നത്. സോ ഇതൊരു കാമറ്റ് വൈറ്റ് എന്ന് പറയുന്ന കളറാണ്. ഈ സെയിം ഗ്രാഫിക്സ് വരുന്നതാണ് മാന ബ്ലാക്ക്. കളർ ബ്ലാക്ക് ആണെന്നേ ഉള്ളൂ. പിന്നെ ഗൈസ്, ഞാൻ പുതിയൊരു ഹെൽമെറ്റാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. കോർഡ എന്ന് പറയുന്നുണ്ട്. കിടില ലുക്കുള്ളൊരു ഹെൽമെറ്റാണ്. ഒരു പ്രഡേറ്റർ ടൈപ്പ് ഓഫ് ലുക്കാണ് വരുന്നത്. നമുക്ക് തണൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് ഞാൻ വണ്ടിയുടെ ലുക്കൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ എല്ലാം ഭയങ്കര വെയിലാണ്. എലക്ഷൻ നടക്കുന്നുണ്ട്, എല്ലായിടത്തും നല്ല പ്രചരണം നടക്കും. ഈ ബൈക്ക് എന്നെ എടുക്കാനൊന്ന് കുറച്ച് ഇൻസ്പയർ ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്പിൽട്രസ് എന്ന് പറയുന്ന ഒരു വ്ളോഗറാണ്. പുള്ളി മാന ബ്ലാക്കാണ് യൂസ് ചെയ്യുന്നത്. പുള്ളി മാന ബ്ലാക്ക് കൊണ്ടു കിടക്കുന്ന കണ്ടിട്ടാണ് കുറച്ചുകൂടെ ഈ ഒരു ഹിമാലയനിലോട്ട് പോയാലോ എന്ന് തോന്നിയത്. മാന ബ്ലാക്ക് പിന്നെ നോക്കിയായിരുന്നു. മാന ബ്ലാക്കിൽ കാല് നമുക്ക് തറയിൽ ജസ്റ്റ് ടിപ്ടോ ചെയ്യാനേ പറ്റുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു വണ്ടി നമ്മൾ കൊണ്ടു കിടക്കുന്നത് ഒട്ടും കംഫർട്ടല്ല. ഞാൻ വിചാരിച്ചു ഇനി ഇൻ കേസ് നമുക്ക് ഫ്യൂച്ചർ മാന ബ്ലാക്ക് പോലെ ആക്കണമെങ്കിൽ റാലി കിറ്റ് മേടിച്ച് വെച്ചാൽ മതി. ഈ ഒരു ബൈക്കിന് നമുക്ക് റാലി കിറ്റ് കിട്ടും. മാന ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബ്ലാക്ക് കളറും റാലി കിറ്റ് ഇൻബിൽഡ് വരുന്നതുമാണ്. റാലി കിറ്റ് നമുക്ക് ഇതിൽ മേടിച്ച് വെച്ചാലും നമുക്ക് ഇതിനെ മാന വൈറ്റ് എന്ന് പറയാം. സോ അതാണ് മെയിൻ ഡിഫറൻസ്. നമ്മൾ ഈ ഒരു അപ്രൈറ്റ് പൊസിഷൻ ആയതുകൊണ്ടുള്ളൊരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ എയർ നല്ലതുപോലെ പിടിക്കും. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോൾ വൈസർ വെച്ചത്. ടോൾ വൈസർ വയ്ക്കുമ്പോൾ നമുക്ക് ഒരു പരിധി വരെ അതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ മൈലേജ് അതൊക്കെ എത്ര കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ 3 ഓടിച്ചിട്ട് ഒരു 29-30 ആ ഒരു റേഞ്ച് കിട്ടുന്നുണ്ട്. കുഴപ്പമില്ല. ഒരു 25 അബവ് കിട്ടിയാലും ഐ എം ഓക്കെ. എനിക്ക് ജെൻ3 ഡ്യൂക്കിൽ ഏകദേശം 28-29 കിട്ടുന്നുണ്ട്.
അപ്പം ഇതിലും അത്രയും കിട്ടുമായിരിക്കാം, നോക്കാം നമുക്ക്. പിന്നെ ഇതിൽ പുതിയ സ്റ്റാൻഡാണ് വരുന്നത്, സൈഡ് സ്റ്റാൻഡ്. അപ്പം ഭയങ്കരമായിട്ട് ലീൻ ചെയ്ത് കിടക്കത്തില്ല. പഴയ ഹിമാലയൻ്റെ ഒരു പ്രശ്നം, അതായത് ഹിമാലയ 450 തന്നെ പഴയതിൻ്റെ പ്രശ്നം എന്തായിരുന്നെന്ന് വെച്ചാൽ സ്റ്റാൻഡ് കുറച്ച് ചരിഞ്ഞായിരിക്കുന്നത്. അപ്പം നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പം വണ്ടി നല്ല ചരിഞ്ഞു പോകും. പിന്നെ അത് പൊക്കിയെടുക്കാൻ വേണം, കാരണം ഇത് അത്യാവശ്യം നല്ല വെയിറ്റുള്ള വണ്ടിയാണ്. ഈ വണ്ടിയിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ, ഇതിൻ്റെ എൻജിൻ ഇഷ്ടപ്പെട്ടു, ഇതിൻ്റെ ആ ഒരു ലുക്ക് ഇഷ്ടപ്പെട്ടു, സീറ്റിംഗ് പൊസിഷൻ ഇഷ്ടപ്പെട്ടു, പിന്നെന്താണ് ഗിയർ ഷിഫ്റ്റിങ് ഇഷ്ടപ്പെട്ടു, നല്ലൊരു ഗിയർ ഷിഫ്റ്റിംഗ് ആണ്. പിന്നെ ബാക്കി ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ, എനിക്ക് ഈ ഹൈ ബീം ലോ ബീം ഇടുന്ന ഈ സാധനം ഇതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഇത് നമ്മുടെ നോർമൽ സ്വിച്ച് ഇങ്ങനെ പ്രസ് ചെയ്യുന്നതായിരുന്നു താല്പര്യം, സോ അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഈ വണ്ടി നമ്മൾ സ്ട്രെയിറ്റ് ഇപ്പം ഞാൻ ഓടിക്കുകയാണ്, വണ്ടിയുടെ ഹാൻഡിൽ റൈറ്റ് സൈഡിലോട്ട് ചെറിയൊരു ചരിവുണ്ട്. അതെനിക്കറിയാൻ പറ്റിയത് ഇങ്ങനെയാണ് ഹിമാലയൻ എന്നാണ്. ഹിമാലയൻ മാത്രമല്ല, ഞാൻ ഓടിച്ചിട്ടുള്ള എക്സ്പൾസും ഇങ്ങനെയാണ്, ചെറിയൊരു റൈറ്റിലോട്ടൊരു ചരിവുള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. അത് എല്ലാ വണ്ടികളിലും ഉണ്ടെന്ന് അറിഞ്ഞത്, അങ്ങനെയാണ് കൺസ്ട്രക്ഷൻ എന്ന് അറിഞ്ഞത്. അതെന്തുകൊണ്ട് അഡ്വഞ്ചർ ബൈക്കിൽ അങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, ഞാൻ അതിൻ്റെ റിസർച്ചൊക്കെ നടത്തിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ബട്ട് ഇതിൽ അതുണ്ട്, എനിക്കത് പെട്ടെന്ന് തന്നെ മനസ്സിലായി. ഞാനിപ്പോൾ അത് ആലോചിക്കുകയും ചെയ്തു എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന്. കാരണം എനിക്കെല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ളൊരു ചിന്തിക്കുന്ന ഒരാളാണ്, അപ്പം ഞാനത് പെട്ടെന്ന് നോട്ടീസ് ചെയ്തു. പിന്നെ വണ്ടിക്ക് അത്യാവശ്യം വെയിറ്റ് ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഒരു ഫ്ലൈ ഓവറിലാണ്, ഇവിടെ നല്ല കാറ്റുണ്ട്, വണ്ടി സോളിഡായിട്ട് നിൽക്കുവാണ്. ഞാൻ ഈ ഒരു സെയിം ഫ്ലൈ ഓവറിൽ ജെൻട്രി കൊണ്ടുവന്നപ്പോൾ ഞാൻ ഒരുമാതിരി പറന്നു പോകണ പോലെയാണ് എനിക്ക് തോന്നിയത്, സൈഡിൽ നിന്ന് കാറ്റടിച്ചപ്പോൾ. കാരണം അത് ലൈറ്റ് വെയിറ്റ് ആണ് വണ്ടി. ഇത് പക്ഷേ വണ്ടി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്, വെയിറ്റ് ഉള്ളത് കൊണ്ടാണ്. എനിവേസ് നമുക്ക് KTM ജെൻട്രി ആയിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല, അത് വേറൊരു ക്ലാസ്, ഇത് വേറൊരു ക്ലാസ്. രണ്ടും അതാത് ക്ലാസ്സിലെ ടോപ്പ് സംഭവങ്ങളാണെന്ന് പറയാം, അല്ലെങ്കിൽ ബെസ്റ്റ് സംഭവങ്ങളാണെന്ന് പറയാം. പിന്നെ നമുക്ക് ഹിമാലയനിൽ സ്റ്റാൻഡേർഡായിട്ട് വരുന്നത് ട്യൂബുള്ള വീൽസാണ്, റിമ്മ്. നമുക്കിപ്പം ഞാനിത് ആക്സസറീസ് എന്നാണ് ഗോൾഡ് റിം എടുത്തത്. ഏകദേശം റിമ്മിന് മാത്രം ഒരു 37 സംതിങ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ കസ്റ്റം ചെയ്ത വണ്ടി എടുക്കുവാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 13,000 രൂപ വരത്തുള്ളൂ. പക്ഷെ നമുക്ക് ഗോൾഡ് റിം കിട്ടത്തില്ല. ഗോൾഡ് റിം കിട്ടണമെങ്കിൽ നമ്മൾ ഹാൻഡ്ലി ബ്ലാക്ക് എന്ന് പറയുന്ന കളർ തന്നെ എടുക്കണം കസ്റ്റമൈസ് ചെയ്യുമ്പോൾ. വൈറ്റ് കളർ കസ്റ്റമൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഗോൾഡ് റിം എടുക്കണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഗോൾഡ് റിമ്മിൻ്റെ ഫുൾ പേയ്മെൻറ്റ് കൊടുത്ത് തന്നെ എടുക്കണം. സോ അതാണ് ഡിഫറൻസ് വരുന്നത്. നിങ്ങൾക്ക് ഗോൾഡ് ട്രിം ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ കൊടുത്തെടുക്കുക, ക്യാമറ്റ് വൈറ്റ് നോർമൽ ബുക്ക് ചെയ്യുക, ആക്സസറീസിന് ഗോൾഡ് ട്രിം എടുക്കുക. എന്തായാലും റേറ്റ് ഡിഫറൻസ് ഉണ്ടാവും. നോർമൽ നമ്മൾ 413 എന്തൊക്കെയാണെന്ന് തോന്നുന്നു. അല്ല, ക്യാമറ്റ് വൈറ്റ് സ്റ്റാൻഡേർഡ് 4,03,000 വരുന്നത്. നമുക്കത് ആക്സസറീസ് ഒക്കെ ഇപ്പം ഞാൻ ചെയ്തു തന്നപ്പോൾ തന്നെ ഒരു 4,500 ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് റിമ്മ് ഫാക്ടറിയിൽ നിന്ന് തന്നെ ഇട്ട് വരുന്നതാണെങ്കിൽ ട്യൂബ്ലെസ് ക്യാമറ്റ് വൈറ്റിന് ഏകദേശം 4,33,000 തോന്നുന്നു. 33,000. അത്രയും ഡിഫറൻസ് ഒക്കെ വരും. പക്ഷെ ബ്ലാക്ക് റിമ്മേ കിട്ടത്തുള്ളൂ, നമുക്ക് ഗോൾഡ് കിട്ടത്തില്ല. ഗോൾഡ് ആക്സസറീസ് തന്നെ എടുക്കണം. ഇവിടുത്തെ റോഡ് പണി നടക്കുന്നുണ്ടോ ഗൈസ്? നമ്മുടെ കേരളത്തിലെ ഒരു മെയിൻ ബൈപ്പാസ് ആയിട്ട് മാറാൻ പോകുന്നൊരു റോഡാണിത്. പണി നടക്കുകയാണ്, പണിയൊക്കെ നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ബൈക്കിനെ പറ്റി എന്തെങ്കിലും അറിയാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ചോദിക്കണം. പിന്നെ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ ട്രിപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പറയാം. ഇപ്പം എൻ്റെ കൂടെ ഒരു 2 പേരൊക്കെ ഇൻട്രസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഏത് വണ്ടിയാണെങ്കിലും നിങ്ങൾ ഓക്കെ ആണെങ്കിൽ
റൈഡ് ചെയ്യാൻ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഏത് വണ്ടിയാണെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അല്ലാതെ നിങ്ങൾക്ക് ഹിമാലയൻ തന്നെ വേണം, ബുള്ളറ്റ് തന്നെ വേണം, അങ്ങനത്തെ ഒരു ഇതുമില്ല. നിങ്ങൾക്ക് ഓടിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്, കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്തോളൂ. നല്ല ബ്ലോക്ക് ഉണ്ട് ഗൈസ്. നിങ്ങൾ വാഴ 2 മൂവി കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണം കേട്ടോ. ഒരു രക്ഷയില്ലാത്ത പടം. എൻ്റെ റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് കണ്ടു നോക്കൂ. ഒരു രക്ഷയില്ല, കിട്ടില്ല മൂവി. ഫസ്റ്റ് ഹാഫ് ഒരു കോമഡി, സെക്കൻഡ് ഹാഫ് ഭയങ്കര ഇമോഷണൽ, ക്ലൈമാക്സ് ട്വിസ്റ്റ്, സൂപ്പർ ക്ലൈമാക്സ്. നല്ലൊരു പടം. ഫാമിലി ആയിട്ട് തന്നെ പോയി കാണണം കേട്ടോ, മസ്റ്റായിട്ട്. നിങ്ങൾ ഉച്ചയ്ക്കൊക്കെ ഈ ഒരു കഴക്കൂട്ട റൂട്ട് എടുത്തു കഴിഞ്ഞാൽ പെട്ടുപോകും കേട്ടോ, അതും 2 വീലറിലാണെങ്കിൽ. കാരണം മുടിഞ്ഞ ചൂടും അതിൻ്റെ കൂടെ തന്നെ നല്ല ബ്ലോക്ക്. ഞാൻ ഈ ഡ്രസ്സും കൂടെ ഇട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പം കരിഞ്ഞേന്. ഒരുവിധം ബ്ലോക്ക് ഒന്ന് ചാടി ഗൈസ്. അയ്യോ, നല്ല ചൂടുണ്ട്, അതുകൊണ്ടാണ് പെട്ടെന്ന് ടയേർഡാണ് ഇത്രയും ബ്ലോക്കിൽ കയറുമ്പോൾ. എനിക്കൊന്ന് ഇപ്പം റൈഡിങ്ങിനൊക്കെ പോകാൻ പറ്റിയൊരു ടൈമാണെന്ന് തോന്നുന്നില്ല, പ്രത്യേകിച്ച് ഈ നട്ടുച്ചയ്ക്ക്. വിഷു സമയമായി. ഇവിടെയൊക്കെ പ്രതിമകളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്, ശ്രീകൃഷ്ണന്റെ. നമ്മളിപ്പോൾ കൊച്ചി റൂട്ടൊക്കെ പോകുന്നെങ്കിൽ MC റോഡ് എടുക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. ഇവിടെയൊക്കെ ഫുൾ പണി കിടക്കുന്നത് കൊണ്ട് എപ്പോഴും ബ്ലോക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാതെയൊക്കെ റൂട്ടിൽ കൂടെയൊക്കെയാണ് വണ്ടി വരുന്നത്. ഇവിടെ ഒരു തണലുള്ള സ്ഥലം പോലും ഇല്ല. നിങ്ങൾക്കൊന്ന് വണ്ടി കാണിച്ചു തരാൻ വേണ്ടി നിർത്താമെന്ന് വിചാരിച്ച സമ്മതിക്കില്ല. Oh my God, again TN വണ്ടി. ആറ്റിങ്ങൽ ഏകദേശം എത്താറായി. അവിടെയാണ് മോട്ടോ അവന്യൂവിൻ്റെ സ്റ്റോറുള്ളത്. അവർ നന്നായിട്ട് ഇലക്ട്രിക്കൽ വർക്ക്സ് ഒക്കെ ചെയ്യും, വയർ കട്ടിംഗ് ഒന്നും ഇല്ലാതെ എക്സ്ട്രാ കപ്ലിംഗ് ഒക്കെ ഇട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ അങ്ങ് വരെ പോയി ഇത് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ചില സാധനങ്ങൾ ചെയ്യുമ്പോൾ പെർഫെക്റ്റായിട്ട് ചെയ്യുന്നവരുടെ അടുത്ത് കൊണ്ടുവന്നാൽ നമുക്ക് പിന്നീട് ധൈര്യമായിട്ട് കൊണ്ടു കിടക്കാം. അതുകൊണ്ടാണ് ഇത്രയും ദൂരമായിട്ട് അവിടെ തന്നെ പോയി ചെയ്യാന്ന് വിചാരിച്ചേ. പക്ഷേ ഈ വണ്ടിയിലെ പവർ ബാൻഡ് കൂടുതലിരിക്കണം 4000 RPM മുകളിലാണ്. സെയിം ഡ്യൂക്ക് 390ക്കും അങ്ങനെയാണ്. ഒരു 5000 RPM മുകളിലാണ് ഡ്യൂക്ക് 390 ഒരു പവർ ബാൻഡ് ഇരിക്കുന്നത്. ഞാൻ ഈ ആറ്റിങ്ങിലുള്ള KTMൽ വന്നിട്ടാണ് 390 ADV ടെസ്റ്റ് റൈഡ് ചെയ്തത്. വണ്ടി കൊള്ളാൻ കുഴപ്പമൊന്നുമില്ല. ബട്ട് എൻ്റെ കയ്യിൽ Gen 3 ഉള്ളത് കൊണ്ടാണ് ഞാൻ പിന്നെ സെയിം ഒരു
എൻജിനുള്ള വണ്ടി നോക്കാത്ത. അല്ലാതെ വണ്ടി മോശമായിട്ടൊന്നുമല്ല. നിങ്ങളിപ്പം നിങ്ങളുടെ ഒരു റിക്വയർമെൻറ്റ് ലോങ് ട്രാവൽ ആണെങ്കിൽ ധൈര്യമായിട്ട് പോയി ഹിമാലയൻ 450 എടുത്തോ. നിങ്ങൾക്ക് ഇതിൻ്റെ വെയിറ്റ് താങ്ങാൻ പറ്റുമെന്നുള്ളതൊക്കെ ഒന്ന് നോക്കണം. ഹൈറ്റ് നോക്കണം, കാല് അത്യാവശ്യം എത്തുമോ എന്നൊക്കെ. എങ്കിൽ മാത്രം ഹിമാലയ എടുക്കുക. നമ്മുടെ ഓട്ടോ ഇനി എത്താറായി. ഒരു ചെറിയൊരു ബ്ലോക്കും കൂടെ കാണുന്നുണ്ട്. എനിക്കത് ആ ജംഗ്ഷനിലെ സിഗ്നലിൻ്റെ എന്തെങ്കിലും ആയിരിക്കും. ഇതാണ് കേട്ടോ മോട്ടോ അവന്യൂ. ഇതാണ് ഗൈസ് കട. നമുക്ക് എന്തായാലും കയറാം, ലൈറ്റ് നോക്കാം. സ്റ്റാൻഡ് വെക്കുന്നതാണ് പാട്. നമ്മൾ വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് മോട്ടോ അവന്യൂ. അവരുടെ ഷോറൂം ഏരിയയാണ്. അപ്പുറത്തുമുണ്ട് സ്റ്റോറ്. ഇത് പണിയെടുക്കുന്ന ഈ ഏരിയയിലാണ്. ഇതാണ് ഗൈസ് എൻ്റെ ഹിമാലയൻ 450 വിത്ത് ഗോൾഡ് റിങ്സ്. അതെന്തിൻ്റെ കൊണ്ട് അവിടെ ഇരിക്കുക. സെയിം വർക്കിനാണ് വന്നിരിക്കുന്നത്. ബ്ലാക്ക് റിംസ്. നമ്മൾ എടുത്ത സാധനങ്ങൾ എന്തൊക്കെയാണ് കാണിച്ചു തരാം. മാഡ് ഡോഗിൻ്റെ ലൈറ്റാണ് എടുത്തിരിക്കുന്നത്. മാഡ് ഡോഗ് സ്കൗട്ടെക്സ് ഈ ലൈറ്റും എടുത്തിട്ടുണ്ട്. പിന്നെ AOC ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ എടുത്തിട്ടുണ്ട്. AOCയുടെ ഈ ലൈറ്റും ഈ ഡിസ്പ്ലേ ആയിരിക്കും നമ്മൾ വയ്ക്കണം. വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ. ഇത് സ്കൗട്ടെക്സിൻ്റെ ഗ്ലാസസ് ആണ്, ഫോഗ് അങ്ങനെയുള്ള. സോ ഇത്രയാണ് നമ്മൾ വയ്ക്കാൻ പോകുന്നത്. സോ ഗൈസ്, നിങ്ങൾക്ക് ഗോൾഡ് റിം വിത്ത് വൈറ്റാണ് ഇഷ്ടപ്പെട്ടത്, ബ്ലാക്ക് റിം വിത്ത് വൈറ്റാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയണം. സോ ഇതാണ്. ഇവിടെ ടയറൊക്കെ കിട്ടും ഗൈസ് മോട്ടോ അവന്യൂവിൽ. ഒത്തിരി ടയർ കളക്ഷൻസ് ഉണ്ട്, പല ടൈപ്പ് ഉണ്ട്. ഓഫ് റോഡ് പോകാനുള്ള ടയേഴ്സ് റേസിൻ്റെ ഒക്കെ ഉണ്ട്, സിയറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഹെൽമെറ്റും അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. സോ ഇതാണ് ഗൈസ് ആ ഒരു വർക്കിംഗ് ഏരിയ. സോ നമുക്ക് ഇവൻ്റിൽ ആ ഡിസ്പ്ലേ ലൈറ്റും കൂടെ വരിക. ആ ഡിസ്പ്ലേയിൽ ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽ നമുക്ക് ക്യാമറ അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ വയ്ക്കാൻ പറ്റും. അതിൻ്റെ ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞുതരാം. സോ ഫീച്ചേഴ്സ് ഇതൊക്കെയാണ്. 6.25 ടച്ച് സ്ക്രീന്, ഡുവൽ HD ക്യാമറ, വയർലെസ് CarPlay, ബ്ലൂടൂത്ത്, GPS കണക്ഷൻ, TF കാർഡ് സപ്പോർട്ട്, എയർ പ്രഷർ മോണിറ്ററിങ്, എമർജൻസി റെക്കോർഡിങ്, IP67 മോഡൽ. സോ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഡിസ്പ്ലേ ആണ്. സോ ഇതാണ് ഗൈസ് നമ്മൾ വയ്ക്കാൻ പോകുന്നത്. ഗൈസ് ഇതാണ് നമ്മുടെ ഹിമാലയൻ 450 കാമറ്റ് വൈറ്റ് വിത്ത് ഗോൾഡ് റിംസ്, ട്യൂബ്ലെസ് റിംസ് ആണ്. അരവിന്ദിൻ്റെ ഉണ്ട്. അതാണ് അരവിന്ദിൻ്റെതും സെയിം കാമറ്റ് വൈറ്റ് ബട്ട് വിത്ത് ബ്ലാക്ക് റിംസ് ആണ്, ട്യൂബ്ലെസ്. ഈ രണ്ട് വണ്ടിയിലുമാണ് നമ്മൾ ആക്സസറീസ് വെക്കാൻ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഞാൻ എക്സ്ട്രാ റോയൽ എൻഫീൽഡിന് കയ്യൊരു ടോളർ വിൻഡ് സ്ക്രീൻ വെച്ചിട്ടുണ്ട്. അതാണ് എനിക്ക് എടുത്തെടുത്തു വേറെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മളെ വണ്ടിയാണ് ഫസ്റ്റ് പണിക്ക് കയറ്റുന്നത്. ഇതാണ് സാധനങ്ങൾ. മാഡ് ഡോഗ് സ്കൗട്ടെക്സിൻ്റെ ഓക്സിലറി ലൈറ്റാണ്, പെർഫോമൻസ് ഓക്സിലറി ലൈറ്റ്. പിന്നെ AOCയുടെ ഡിസ്പ്ലേ.
ഇത് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേ ഒക്കെ ഉണ്ട് വയർലെസ്സിൽ. പിന്നെ ഡ്യുവൽ ഫ്രണ്ട് ക്യാമറ വരും, വയർലെസ് കാർപ്ലേ, ഹെൽമെറ്റ് കണക്ടിവിറ്റി, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, വാട്ടർ പ്രൂഫ്, അങ്ങനെ ഒത്തിരി ഫീച്ചേഴ്സ് ഉള്ളൊരു ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് അത്. സോ ഇതൊക്കെയാണ് നമ്മുടെ ബൈക്കിൽ വെക്കാൻ പോകുന്നത്. നമ്മൾ അരവിന്ദിൻ്റെ വണ്ടിയിൽ ഇതാ ഫോഗ് വെച്ചിട്ടുണ്ട്. അതിലിപ്പോൾ യെല്ലോ ക്യാപ്പാണ് ഇട്ടേക്കുന്നത്. മാഡ് ഡോഗ് സ്കൗട്ടെക്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെതാണ്. അതിൻ്റെ സ്വിച്ചാണ് ഇതാ ഈ കാണുന്നത്. സെറ്റായിട്ടുണ്ട്, അതൊക്കെ ഇടില്ല സാധനം. അവിടെ ഇതിൽ കിട്ടുന്ന ക്യാപ്പുകളൊന്ന് കാണിച്ചേ. ക്യാപ്പ് പിന്നെ നമുക്ക് ക്ലോസ് ചെയ്യാനുള്ള ബ്ലാക്ക് ക്യാപ്പ് ഉണ്ട്. നമ്മൾ സിറ്റി ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും അതാണ് വയ്ക്കേണ്ടത്. ഇതൊരു ലെൻസ് പ്രൊട്ടക്ടർ പോലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ക്വാളിറ്റി ഉണ്ട്. നല്ല കിടില ഒരു ലൈറ്റ്, വെർത്താണ്. ത്രോ ഉണ്ടോ? സോ ഇത് നമ്മൾ വെച്ചിട്ടുണ്ട്. അതാണ് നമ്മളെ ഫസ്റ്റ് ആക്സസറി. ഗൈസ്, ഇത് മാഡ് ഡോഗ് സ്കൗട്ടെക്സ് എന്ന് പറയുന്ന മോഡലാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് 1.5 വർഷം വാറൻറ്റി ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഓരോ പീസും നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇതിപ്പോൾ ഈ ലൈറ്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഈ സ്വിച്ച് വേണ്ടെങ്കിൽ നമുക്ക് വേറെ സ്വിച്ച് വയ്ക്കാം. ഇത് കംപ്ലൈൻ്റ് ആയാൽ ഇത് മാറ്റാം. അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് ഈ ഒരു ബ്രാൻഡിൻ്റെ. സോ അതുകൊണ്ടാണ് നമ്മൾ ബ്രാൻഡ് തന്നെ നോക്കി വെച്ചത്. ഓൾ ഇന്ത്യ ട്രിപ്പ് പോകുന്നതുകൊണ്ട് വേറെ ലോക്കൽ ലൈറ്റ്സ് ഒന്നും സെറ്റ് ചെയ്യണില്ല. എല്ലാം ബ്രാൻഡഡ് സാധനമാണ് സെറ്റ് ചെയ്യണത്. സോ ഈ വണ്ടിയുടെ വർക്ക് കഴിഞ്ഞു. ഇതിൽ ഡിസ്പ്ലേ സ്റ്റോക്ക് തീർന്നു, ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ എൻ്റെ ബൈക്കിൽ വെച്ച്. സോ ഇതിൽ ഡിസ്പ്ലേ വരുമ്പോൾ നമ്മൾ വയ്ക്കും. സോ ഗൈസ്, നമ്മളപ്പം ആക്സസറീസ് എല്ലാം വെച്ചിട്ട് ഇറങ്ങി മോട്ടോ അവന്യൂ ഒന്ന്. നല്ല കിടിലൻ വർക്കാണ്. നല്ല നീറ്റ്ലി അവർ വയറിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനവിടെ AOCയുടെ ഈ ഒരു 6.25 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ വയർലെസ്ലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡിസ്പ്ലേയും കൂടെ വെച്ചിട്ടുണ്ട്. സോ നമുക്ക് GPS ഇനിയിപ്പം വേറൊന്നിൻ്റെ ആവശ്യമില്ല. ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഇതിൽ മൊബൈലിൽ നമ്മൾ ഡിസ്പ്ലേ ഓൺ ആയിട്ടിരിക്കണം, ഈ റോയൽ എൻഫീൽഡിൻ്റെ ഈ ഡിസ്പ്ലേയിൽ. പക്ഷെ അത് മൊബൈൽ ഒത്തിരി ചൂടാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതിൽ വെക്കാമെന്ന് വിചാരിച്ചത്. എന്തായാലും കൊള്ളാം, നല്ലൊരു യൂസ്ഫുൾ സംഭവമാണ്. ഇത് ടച്ച് സ്ക്രീനാണ്. നമുക്ക് സെർച്ച് ചെയ്ത് പോകേണ്ട സ്ഥലമൊക്കെ നമുക്ക് ടച്ച് ചെയ്ത് സെറ്റ് ചെയ്യാം. ഇതിന് ബട്ടണും ഉണ്ട്. ബട്ടൺ ഞാൻ വെച്ചില്ല. ഒരുപാട് ബട്ടൺസൊക്കെ ആകുമ്പോൾ ഈ ഹാൻഡിൽ ബാർ വൃത്തിയിടാവും. അതുകൊണ്ട് ബട്ടൺസ് ഒന്നും വെച്ചില്ല. ടച്ച് സ്ക്രീനായിട്ട് തന്നെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഫോണാണ് മിറർ ചെയ്തിരിക്കുന്നത്. സോ ആ ഒരു സംഭവം വെച്ചു. നമ്മൾ സ്കൗട്ടെക്സിൻ്റെ ഫോഗ് ലാമ്പും വെച്ചു, ഓക്സിലറി ലൈറ്റ്. അതിൻ്റെ സ്വിച്ചാണ് ഈ കാണുന്നത്. ഞാനതിപ്പോൾ കവർ ചെയ്തേക്കാണ്. നമ്മുടെ സിറ്റി യൂസിന് അത് വെക്കാൻ പാടില്ല. സോ അതുകൊണ്ട് നമ്മൾ ബ്ലാക്ക് കവർ ഇട്ടിട്ടുണ്ട്. കവറും കേസിങ് എല്ലാം എന്നോട് കിട്ടും. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സ്വിച്ച് പ്രസ് ചെയ്യുമ്പോഴാണ് ലൈറ്റ് ഓൺ ആവുന്നത്. ലൈറ്റ് ഓൺ ആകുമ്പോൾ റെഡ് കളർ ആവും. നമുക്കത് ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാം, ബ്ലിങ്ക് ചെയ്യണമെങ്കിൽ ബ്ലിങ്ക് ചെയ്യാം. ഈ ഡിസ്പ്ലേ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് കേസ്. അതാണ് ഞാൻ പിന്നെ അത് വെച്ചത്. പിന്നെ ഈ സിസ്റ്റത്തിൽ തന്നെ ഒത്തിരി സംഭവങ്ങളുണ്ട്. നമുക്ക് ക്യാമറ മാത്രമല്ല, നമുക്ക് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇതാ ഫ്രണ്ട് ക്യാമറ. ഇത് റെക്കോർഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് വ്യൂ ചെയ്യാൻ പറ്റും. ഉണ്ടോ? പിന്നെ മെമ്മറി കാർഡ് ഇടാം. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്.
ഇവിടെ ഒരു ബ്ലൂ വന്നിരിക്കണം. ഞാൻ ബാക്ക് ക്യാമറ കണക്ട് ചെയ്യാത്തതുകൊണ്ടാണ്. ബാക്ക് ക്യാമറ കണക്ട് ചെയ്യുന്നെങ്കിൽ നമ്മൾ മഡ് ഗാർഡിൻ്റെ അവിടെയൊക്കെ സ്ക്രൂ ചെയ്യേണ്ടി വരും. എനിക്കത് ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് ഡിസ്കണക്ട് ചെയ്ത് അത് ഞാൻ വെച്ചിട്ടില്ല. എപ്പോഴെങ്കിലും വെക്കണമെങ്കിൽ നമുക്ക് ബോക്സിൽ നിന്ന് എടുത്ത് കണക്ട് ചെയ്യാം. പ്ലഗ് ആൻഡ് പ്ലേ ആണ്. പിന്നെ ടയർ പ്രഷർ മോണിറ്ററിങ് സിസ്റ്റം ഉണ്ട്. നമ്മുടെ ഫ്രണ്ട് ടയറും ബാക്ക് ടയറിൻ്റെ എയർ പ്രഷർ ഇവിടെ കാണിക്കുന്നുണ്ട്. രാവിലെ ഇറങ്ങിയതാണ് ഗൈസ് ഈ സാധനങ്ങൾ ചെയ്യാൻ. ഒത്തിരി പണിയുണ്ട്. കാരണം വണ്ടിയുടെ ടാങ്കൊക്കെ അഴിച്ചിട്ട് വയറിങ് ഒക്കെ ചെയ്യണ്ടേ. വയറിങ് കട്ട് ചെയ്തൊന്നും അല്ല ചെയ്തേക്കുന്നത്. അവർ ഇതിൽ ആക്സസറി കണക്ട് ചെയ്യാനുള്ള സ്ലോട്ട് ഓൾറെഡി റോയൽ എൻഫീൽഡ് ഇട്ടിട്ടുണ്ട്. അതിൽ കണക്ട് ചെയ്താണ് ചെയ്തേക്കുന്നത്. ബാക്ക് ടയർ പ്രഷർ ഹൈ എന്ന് കാണിക്കുന്നുണ്ട്. നമ്മൾ ഇന്നലെ ഷോറൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ടയർ പ്രഷർ എന്തായാലും ചെക്ക് ചെയ്തിട്ടില്ല. നമുക്ക് എന്തായാലും നോക്കാം. എന്തായാലും ആൻഡ്രോയിഡ് ഓട്ടോ നമുക്ക് വയർലെസ്ലി ഉള്ളതുകൊണ്ട് നല്ല യൂസ്ഫുൾ ആണ്. പിന്നെ നമുക്കിപ്പോൾ ഹെഡ്ഫോൺ കണക്ട് ചെയ്തിട്ട് നമുക്ക് പാട്ട് എന്തെങ്കിലും കേൾക്കണമെങ്കിൽ ഇതിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട് ഗൈസ് ആറ്റിങ്ങിൽ ജംഗ്ഷൻ. എനിക്ക് വേണമെങ്കിൽ ഇനി കഴക്കൂട്ടം വരെ അത്യാവശ്യം നല്ല ബ്ലോക്ക് ആണ്. വേറെ റൂട്ട് എടുത്ത് പോകണോ വേണ്ടതെന്ന് ആലോചിക്കുകയാണ്. വേറെ പിന്നെ ശ്രീകാര്യം റൂട്ട് എടുക്കേണ്ടി വരും. നോക്കാം. വെഞ്ഞാറമ്മൂടും പിന്നെ പണി കിടക്കും. അപ്പോൾ ആ റൂട്ട് എടുത്ത് എങ്ങനെ ഇരിക്കുമെന്ന് അറിയത്തില്ല. അത് കേസ് ഇപ്പോൾ സമയം ഏകദേശം 6:25 ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഒരു വ്ളോഗ് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. മറ്റൊക്കെയിലും വ്ളോഗുമായിട്ട് ഉടൻ വരാം. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലുമൊക്കെ നമ്മളിപ്പോൾ ആക്സസറി ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കമൻറ്റ് ഡ്രോപ്പ് ചെയ്താൽ മതി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ പറയാൻ മടിക്കില്ല. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. ബൈ.